നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ആഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു 5 കോയിൻസിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഏത് രീതിയിൽ നമ്മൾ അതിലൊരു എൻട്രി എടുക്കണം, എവിടെ അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ആരും തന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും തന്നെ നിങ്ങളൊരു ട്രേഡിംഗ് സിഗ്നൽസ് ആയിട്ട് എടുക്കാതിരിക്കുക. പലരും അത്തരത്തിലുള്ള കമൻറ്റുകൾ താഴെ ഇടുന്ന കാണാറുണ്ട്. ഒരു തരത്തിലുമുള്ള ട്രേഡിംഗ് സിഗ്നൽസ് അല്ല ഞാൻ ഈ ഒരു ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള അനാലിസിസും കാര്യങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രമേ ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിലൊരു എൻട്രി എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് പാടുള്ളൂ. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടോ ട്രേഡിംഗ് സിഗ്നൽസ് ആയിട്ടോ ഒന്നും നമ്മുടെ വീഡിയോസ് ആരും കാണാതിരിക്കാം. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് ആവെ എന്ന് പറയുന്ന കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 47ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ആവെ എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 19,011 രൂപയാണ് അതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 49,692 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ആവെ USDT പെയറിലുള്ള ബൈനാൻസിൽ ഒരു ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, ഇവിടെ പ്രൈസ് 3 തവണ റിജക്റ്റ് ആവുകയും പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ഉൾപ്പെടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിനുശേഷം ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ പ്രൈസ് ഓരോ തവണയും ഒരു പുതിയ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആവുന്ന കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഒരുപാട് ദിവസങ്ങളോളം പ്രൈസ് കൺജസ്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയാൻ പറ്റും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 47 ദിവസത്തോളം പ്രൈസിന് ഒരു കൺജസ്റ്റഡ് ആയിട്ട് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്, സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും, അതായത് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഒരു എൻട്രി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. $448 എന്ന് പറയുന്ന ഒരു പ്രൈസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് $631 ആയിരിക്കും. അതായത് ഓൾ ടൈം ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ നമുക്ക് ഏകദേശം 80% പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 153% പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിലും കിട്ടുന്നതായിരിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഏകദേശം ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നല്ല ഒരു സപ്പോർട്ട് ഏരിയ ആണ്. പല തവണ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ റിജക്റ്റ് ആയിട്ട് പോയിട്ടുള്ള നമുക്ക് കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കാണാനായിട്ട് സാധിക്കില്ല. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു ആവയിലുള്ളത്. ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് മുകളിൽ വരെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് തൊട്ട് താഴെയായിട്ട് തന്നെ വെക്കണം. കാരണം ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇത്രയും ദിവസം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴോട്ട് പോവുകയാണെങ്കിൽ അത് അത്ര നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ എൻട്രി എടുക്കുമ്പോൾ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സേഫായിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് ചെയിൻ ലിങ്ക് ആണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 22ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ചെയിൻ ലിങ്ക്. അതിൻ്റെ കറണ്ട് പ്രൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1554 രൂപയാണ് അതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 3940 രൂപയാണ്.
അപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ല രീതിയിൽ താഴേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ചെയിൻ ലിങ്കിൻ്റെ കാര്യത്തിലുള്ളത്. നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെയിൻ ലിങ്കിൻ്റെ ഒരു USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാം, ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഓൾ ടൈം ഹൈ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. സോ തീർച്ചയായിട്ടും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും. 36.53 എന്ന് പറയുന്ന ആ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനി എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു ഏരിയയിലാണ് ആ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കാണാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തൊട്ട് മുൻപ് ഒരുപാട് തവണ റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഓൾ ടൈം ഹൈ തന്നെ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്കുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ അപ്പ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു അപ്പ് ട്രെൻഡ് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ചെറിയൊരു അപ്പ് ട്രെൻഡ് കാണാം. അതിനുശേഷം ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ചെറിയൊരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈ ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അപ്പോൾ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു അപ്പ് ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഡൗൺ ട്രെൻഡും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ചെറിയ ചെറിയ അപ്പ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ്സ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഡൗൺ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു റീടെസ്റ്റ് സംഭവിക്കുന്നുണ്ട്. പ്രൈസ് ചെറിയ രീതിയിലുള്ള കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ വീണ്ടും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലോട് കൂടിയിട്ട് തന്നെ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 36.53 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 72.07% എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു മൂവിൽ നിന്ന് ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരിക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് ലക്ഷ്യം വെക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ട് റിസർച്ചും ഈ ഒരു ചെയിൻ ലിങ്കിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ചെയ്യണം. അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡ് എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ മൂന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് പോളിഗൺ എന്ന് പറയുന്ന നമ്മുടെ മാറ്റിക് എന്ന് പറയുന്ന കോയിൻ തന്നെയാണ്. 14ാം റാങ്കിൽ, മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 14ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് മാറ്റിക് എന്ന് പറയുന്നത്. കറണ്ട് പ്രൈസ് 188 രൂപയാണ് കറണ്ട് പ്രൈസ് വരുന്നത്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 217 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അതിൻ്റെ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള മാറ്റിക്കിൻ്റെ USDT പെയറിലുള്ള ഒരു ബൈനാൻസിലെ ചാർട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഓൾ ടൈം ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം ആ ഒരു മെയ് മാസത്തിൽ ആ ഒരു ബുൾ റണ്ണിൽ ഉണ്ടായിട്ടുള്ള ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലാണ് ഇവിടെ ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസാണ് നമ്മളിവിടെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ പല തവണ 1, 2, 3 തവണ പ്രൈസ് റിജക്റ്റ് ആയിട്ടുള്ള കാണാൻ പറ്റും. ആ ഒരു ഏരിയനെയാണ് ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ മാറ്റിക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്, ചെറിയൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്. വീണ്ടും താഴേക്ക് ആ ഒരു ഏരിയ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിന് മുകളിൽ ഫോം ആവുകയാണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാം. നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നമ്മൾ ഫിബൊനാച്ചിയുടെ കാര്യം നമ്മൾ ഫിബൊനാച്ചിയുടെ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. കൂടുതൽ കാര്യങ്ങൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂളിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഫിബൊനാച്ചി ടൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഒന്നുകിൽ 0.27 എന്ന് പറയുന്ന ഇവിടെ വയ്ക്കാം, ഈ ഒരു ലെവലിൽ വയ്ക്കാം, അല്ലെങ്കിൽ 0.62 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ വയ്ക്കാം. അതായത് $3.74 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും നമ്മുടെ ഒരു ടാർഗറ്റ് വരുന്നത്.
അപ്പോൾ ആ ഒരു പ്രൈസിൽ എത്തിക്കേണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ആ ഒരു പ്രൈസിലേക്ക് എത്തിക്കേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 40% പ്രോഫിറ്റ് നമുക്ക് ആ ഒരു മൂവിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. മാറ്റിക്കിൻ്റെ കാര്യത്തിൽ ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് മൂവ് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു കോയിനാണല്ലോ. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ലോസ് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഒരു കോയിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അത് താഴേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അത് മുകളിലേക്ക് തന്നെ പോട്ടെ, നമുക്ക് അതിനനുസരിച്ച് നമുക്കും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ. ആ ഒരു മൈൻഡിൽ നിങ്ങൾ കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റിക്കിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു നല്ലൊരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ കോയിൻ എന്ന് പറയുന്നത് VChain എന്ന് പറയുന്ന കോയിനാണ്. വെറ്റ് എന്ന് പറയുന്ന കോയിനാണ് നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ കോയിനായിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 33ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. 6 രൂപയാണ്, വെറും 6 രൂപ മാത്രമാണ് വെറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. കറൻറ്റ് പ്രൈസ് 6 രൂപ മാത്രമാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 20 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അതിന് ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പേരിലുള്ള ബൈനാൻസിലെ ചാർട്ടിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഈ രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡ്, ചെറിയൊരു ഡൗൺ ട്രെൻഡ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും, വളരെ ലോ വോളിയത്തോട് കൂടിയിട്ടാണ് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്. കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാവുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ പലതവണ മുൻപ് പ്രൈസിന് റിജക്ഷനൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് വലുതാക്കി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് പലതവണ ഒരു റിജക്ഷനൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരിക്കും. അതായത് 0.177 എന്ന് പറയുന്ന ആ ഒരു ഏരിയ തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. അതിനുശേഷം മാത്രം നമ്മൾ ഇവിടെ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കണ്ണുവെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് 0.177 ആയിരിക്കും. നമ്മുടെ സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് താഴെയായിട്ട് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ഏകദേശം 0.06 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവുന്നതാണ് ഇതിൽ. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് പ്രൈസ് പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം 100% പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് ഈ ഒരു VChainൽ കാണാൻ പറ്റുന്നുണ്ട്, വെറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഹൈ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സപ്പോർട്ട് ഏരിയയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ ഒരു ഏരിയ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് പ്രൈസിലുള്ള ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക, നിങ്ങളുടേതായിട്ടുള്ള ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ 5ാമത്തെ കോയിൻ എന്ന് പറയുന്നത് അൽഗോറാണ്ട് എന്ന് പറയുന്ന കോയിനാണ്. കറൻറ്റ് പ്രൈസ് 126 രൂപ മാത്രമാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 210 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. 19ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 19ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് അൽഗോറാണ്ട് എന്ന് പറയുന്നത്. നമ്മൾ അൽഗോറാണ്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അൽഗോറാണ്ടിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ബൈനാൻസിലൊരു ചാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ നീട്ടി വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ മുമ്പ് പലതവണ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ ഒരു പ്രൈസ് കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് നേരം മൂവ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്നുണ്ട്, വീണ്ടും ഇവിടെ കൺജസ്റ്റഡ് ആവുന്നുണ്ട്, അത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. ആ ഏരിയ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയപ്പോഴാണ് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ റിജക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്കിവിടെ എടുക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ വരച്ചിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ ഇവിടെ സംഭവിച്ച് പ്രൈസ് നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള 2 ഗ്രീൻ ക്യാൻഡിൽ, നല്ല മൊമെൻറ്റത്തോട് നല്ല ഹൈ മൊമെൻറ്റത്തോട് കൂടിയിട്ടുള്ള 2 ഗ്രീൻ ക്യാൻഡിലോട് കൂടിയിട്ട് ഒരു റിജക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഏറ്റവും ആദ്യത്തെ
ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. 2.14 എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള 2.5 എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ അൽഗോറാണ്ട് നിൽക്കുന്നത്. ഞാനിത് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ രീതിയിലുള്ളൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ അവിടെ ഫോം ആവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ളൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ചാർട്ട് പാറ്റേൺ അവിടെ ഫോം ആയിക്കൊണ്ടിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കപ്പ് ഫോം ആയിട്ടുണ്ട്, ഒരു ഹാൻഡിലും കൂടി ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഒരു ടെസ്റ്റ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലോട് കൂടിയിട്ട് അവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ഏരിയയിൽ നമുക്കപ്പോൾ ഒരു എൻട്രി കിട്ടും. നമ്മളിപ്പോൾ കുറച്ച് മുകളിലാണ്, നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ വില കുറവിന് ആ ഒരു കോയിൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് ഏകദേശം 43% പ്രോഫിറ്റാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് വരുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്, അതായത് ആ ഒരു ഏരിയ പ്രൈസ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക. അതിന് ശേഷം മാത്രം നിങ്ങൾ നല്ലൊരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക, ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം മാത്രം തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് ഒരു 5 കോയിൻസിനെ പറ്റിയിട്ടാണ്. നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റോട് കൂടിയിട്ട് തന്നെ ട്രേഡ്സ് എടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു 5 കോയിൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know